ശ്രീ സജിമോൻ ആന്റണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്, ഫൊക്കാന പ്രതിനിധി. ശ്രീ സജിമോൻ ആന്റണി, ഇന്ത്യ അമേരിക്ക ബന്ധം ഊഷ്മളമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിങ്ങളൊക്കെയും അഭിമാനത്തോടു കൂടി കണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ നോക്കൂ, ഇപ്പോൾ ഒരു സാമ്പത്തിക യുദ്ധത്തിലേക്ക് എന്ന തരത്തിൽ ഇരു രാഷ്ട്രങ്ങളും എത്തപ്പെട്ടിരിക്കുകയാണ്. അക്കാര്യങ്ങളിൽ ആശങ്കയുണ്ടോ? ഏത് നിലയിൽ ഇത് മുന്നോട്ട് പോകും എന്നതാണ് താങ്കൾ കരുതുന്നത്? ട്രംപ് അസാധാരണമായ വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അത് വലിയ മോശം പരാമർശങ്ങളും പരിഹാസങ്ങളുമായി പോലും രാജ്യത്ത് ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യമൊക്കെയുണ്ട്. നൊബേൽ സമ്മാനം നേടുക, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുക എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തിലാണോ ട്രംപ് ഇതൊക്കെ ഇന്ത്യയോട് ചെയ്യുന്നത്? ഈ അരേണുക പെട്ടെന്ന് എല്ലാവരും പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. ഒരു പരിധിവരെ യോജിക്കുന്നു, എന്നാൽ ചില അഭിപ്രായങ്ങളോട് ചില വ്യത്യാസങ്ങളും ഉണ്ട്. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് പണ്ട് കണ്ട ഒരു മലയാളം മൂവിയാണ്. ഒരു നായകൻ ഒരേ സമയം സ്വന്തം ഭാര്യയും സ്വന്തം കാമുകിയെയും ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു സുപ്രഭാതത്തില് പ്ലെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നു. ആ ഒരു സമയത്ത് രണ്ടുപേരും മാനേജ് ചെയ്യാനുള്ള ബന്ധപ്പാട്, അതാണ് ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ലൈറ്റ്ലി പറയുവാണെങ്കിൽ. എന്നാൽ ഇതൊരു വാണിജ്യ യുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മറ്റ് ഏത് യുദ്ധം നടക്കുന്ന പോണക്ക് തന്നെ ഇപ്പം ഗാസ ഇസ്രായേലുള്ള ആ യുദ്ധം നടക്കുന്നു, യുക്രൈൻ റഷ്യ നടക്കുന്നു, കഴിഞ്ഞ മാസം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു. പലപ്പോഴും യുദ്ധത്തിനകത്ത് ഒരു പെർമനന്റ് സ്ഥായിയായ ഒരു വിജയം ഇല്ല എന്ന് നമുക്കറിയാം. കാരണം കഷ്ടപ്പാടും ദുരിതവുമായിരിക്കും രണ്ട് സൈഡിനും വരുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്ന് പറഞ്ഞ പോണക്ക് തന്നെ ഈ ഒരു വാണിജ്യ യുദ്ധത്തിനകത്തും പ്രത്യേകിച്ച് അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു തീഷ്ണമായ ഈ ഒരു അവസരത്തിൽ രണ്ടുപേർക്കും പരിക്ക് പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. മുമ്പ് പറഞ്ഞ പാനലിസ്റ്റുകളോട് ചില കാര്യങ്ങൾ യോജിക്കുന്നു, ചില കാര്യങ്ങൾ വിയോജിക്കുന്നു. കാരണം ഇന്ത്യ വളരുന്നുണ്ട്, മൂന്നാമത്തെ രാഷ്ട്രമായി 2030 വരുന്നുണ്ട്, അതുകൊണ്ട് അമേരിക്ക പാനിക്കാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ വിയോജിക്കുന്നു. കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള റേഷ്യ അന്തരം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മാർക്കറ്റ് 3 മില്യൺ നിൽക്കുകയാണെങ്കിൽ അമേരിക്ക 33 മില്യണിലാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇന്ത്യക്ക് എങ്ങനെ ഒരു സ്ട്രാറ്റജി മുന്നേക്കുണ്ടോ അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഒരു സ്ട്രാറ്റജി മുന്നിലേക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ ഒരു അവസരത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നത് അമേരിക്കയ്ക്കും ഇന്ത്യക്കും ചില കാര്യങ്ങളിൽ ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെ ഒരു ഇരട്ടത്താപ്പ് വിളിച്ചു താവുകയാണ് ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർ മോദി അല്ലെ ഈ ഒരു ഗവൺമെന്റ് കഴിഞ്ഞ 10-13 വർഷമായിട്ട് നിരന്തരം അമേരിക്കയുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചെടുക്കാനുള്ള എല്ലാ അപ്പീലിങ്ങും നടത്തിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ അവര് പലപ്പോഴും പ്രതിപക്ഷത്തെ അവഹേളിക്കുകയും ചെയ്തിട്ടുണ്ട്. 70കളിലും 80കളിലും ഒക്കെ അമേരിക്കയുമായിട്ടായിരുന്നു ബന്ധം സ്ഥാപിക്കേണ്ടിയിരുന്നത്, റഷ്യയുമായിട്ടായിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ പല ചേരിയിലും വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മാറുന്ന സാഹചര്യത്തിൽ അമേരിക്കയും ഇന്ത്യയും ഒരു സൈഡിൽ നിൽക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യ എങ്ങനെ ഇന്ത്യയുടെ സ്റ്റാറ്റസ് കോ ചേഞ്ച് ആക്കാൻ ശ്രമിക്കുന്നോ അതേ രീതിയിലൊരു സ്റ്റാറ്റസ് കോ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ വിട്ടുകളഞ്ഞിട്ട് ഇന്ത്യയെ ഒരു സുഹൃത്തായി എടുക്കുകയും അങ്ങനെയാണെങ്കിൽ ചൈനയെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, അല്ലെ ബെറ്റർ പൊസിഷനിങ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അമേരിക്ക മനസ്സിലാവുകയും ആ ഒരു സമയത്ത് പാകിസ്ഥാനെ തള്ളിപ്പറയാനുള്ള അല്ലെങ്കിൽ കുറച്ച് പുറകിൽ നിർത്താനുള്ള ഒരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു സ്റ്റാൻഡ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത്, അമേരിക്കയുടെ ഒരു സെന്റിമെന്റ് എന്ന് പറയുന്നത് 2.8% തീരുവയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലേക്ക് വരുമ്പോൾ ചുമത്തുന്നത്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾ 30, 40, 50, 70 ഈവൻ 100% തീരുവ ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുമ്പം അത് ഇക്കണോമിക്കലി സസ്റ്റൈനബിൾ അല്ല എന്നും അവരൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നും ഉള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു പോളിസി ഷിഫ്റ്റ് ട്രംപ് പ്രപ്പോസ് ചെയ്തത്. എന്നാൽ എങ്ങനെയാണ് ഈ പോളിസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിനകത്ത് അമേരിക്കയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഡെമോക്രാറ്റിക് പാർട്ടിയിലും അതിനകത്ത് യോജിക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഓവറോൾ അമേരിക്കൻ ജനത അമേരിക്കൻ ഇക്കണോമി അല്ലെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ മറ്റ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ചും അവികസിത രാജ്യങ്ങൾ ഒരു പരിധിവരെ ചൂഷണം ചെയ്യുന്നു. അവിടെയുള്ള സ്വത്തുക്കളെല്ലാം വെറുതെ പോവുകയാണ്. അപ്പൊ അതിനൊരു ലിമിറ്റേഷൻ വേണം എന്നുള്ള കാര്യത്തിൽ അവിടെ ഒരു മജോറിറ്റി ഒപ്പീനിയൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അത് ഏത് ആംഗിളിലാണ് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിലുള്ള വ്യത്യാസം മാത്രമാണ് ഇവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഇന്ന് രാത്രി കൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഫോർ എവർ ഇല്ലാതാവുകയോ അമേരിക്കയും ഇന്ത്യയും തമ്മിലൊരു യുദ്ധം വരുവോ അല്ലെങ്കിൽ ഒരു വാണിജ്യ യുദ്ധം വരുവോ പെർമനന്റ് ആയിട്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. രണ്ട് രാജ്യങ്ങളും അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ചില സ്ട്രാറ്റജി എടുക്കുന്നുണ്ട്. ട്രംപിന്റെ ഭാഗത്തു നിന്ന് ചില അഗ്രസീവ് ആയിട്ടുള്ള പോസ്റ്ററുകളും ഡിറ്റർമിനേഷൻസും കാര്യങ്ങളും ഉണ്ട് ട്രംപിന് ഇന്ത്യയുടെ രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതേസമയം
അതിനൊരു കൗണ്ടർ കൊടുക്കുക എന്നുള്ളതാണ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ നയവും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള നയങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരി.